ദാ ഈ അരഞ്ഞിറങ്ങുന്ന സാധനമാണ് നിങ്ങളുടെ കാലിലെ കരപ്പൻ മാറ്റാൻ പോകുന്നത്. ഈ ഒരു 2 തണ്ട് കണ്ടോ, കറക്റ്റ് പേരയിലയുടെ അതേ ഷേപ്പ് തന്നെയാണ് ഇതിന്, അതേ ഷേപ്പ്. അപ്പം എല്ലാവർക്കും നമസ്കാരം, വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമുക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാലിൽ ഒരു തരം ചെറിയ വട്ടത്തിലുള്ള ഒരു തരം മുറിവുണ്ടാവുമായിരുന്നു. അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ കരപ്പൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയത്തില്ല. ഈ കരപ്പൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വട്ടം ഉണ്ടാവുകയും പിന്നീട് അത് നമ്മൾ ചൊറിഞ്ഞു വല്ലാത്തൊരു പരുവാകും. അത് പോവാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ആയുർവേദത്തിലൊക്കെ ഉള്ളൂ അതിന് വ്യക്തമായ മരുന്നൊക്കെ ഉള്ളത്. അന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഹോമിയോയിലും അലോപ്പതിയിലൊന്നും അതിനുള്ള മരുന്നില്ലായിരുന്നു. പക്ഷെ ഈ വന്ന കാലത്ത് ആ ഒരു അസുഖം വളരെ കുറവാണ്, എന്നാലും ഉണ്ട്, പല കുട്ടികൾക്കും ഉണ്ട്. നമുക്ക് കമന്റ് രൂപേണ 1-2 പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു കുട്ടികൾക്ക് വളരെ നാച്ചുറലായിട്ട് ഔഷധപരമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു മരുന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ വന്ന കാലത്ത് ഞാൻ പറഞ്ഞതിന് തൊട്ട് ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ കിട്ടും. പക്ഷേ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വളരെയധികം സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള 1-2 സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി വേണ്ടുന്നത് എൻ്റെ മുമ്പിൽ ഇപ്പോൾ കുറച്ച് കല്ലുപ്പുണ്ട്. പക്ഷേ ഇതല്ല ഇതിനകത്ത് മെയിൻ ഐറ്റം. ആ മെയിൻ ഐറ്റം എന്താണെന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ പറഞ്ഞ മെയിൻ ഐറ്റം എൻ്റെ പുറകെ നിൽക്കുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ആനത്തകര എന്ന് പറയും. നമ്മുടെ ഈ ഒരു പേരമരത്തിൻ്റെ ഇലയുടെ ഒരു സെയിം ആ രീതി തന്നെയാണ് ഇതിന് വരുന്നത്. ആനത്തകര എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഒരു 2 തണ്ടോളം നമുക്ക് എടുക്കാം കേട്ടോ. ഇത് മുഴുവൻ കാടാണ്. ഇപ്പം പണ്ടൊക്കെ എല്ലാ തോട്ടുവരമ്പത്തും ഉണ്ടായിരുന്ന ഒരു സാധനം തന്നെയാണിത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇങ്ങ് കാണാല്ല. നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു കാട്ടിനകത്ത് കണ്ടുപിടിച്ചത്. അപ്പം ഇതേ ഈ ഒരു 2 തണ്ട് കണ്ടോ, കറക്റ്റ് പേരയിലയുടെ അതേ ഷേപ്പ് തന്നെയാണ് ഇതിന്, അതേ ഷേപ്പ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തേരെ. അപ്പോൾ ഇതെടുത്തിട്ട് ബാക്കി ചെയ്ത് കാണിക്കാം. നമ്മളിതിന് എന്തേ നമ്മുടെ ഈ ഒരു ആനത്തകര എന്ന് പറയുന്ന ആ ഒരു സാധനം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത്, തണ്ട് വേണ്ട. ഈ ഒരു ഇല ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ഒരു പേരയിലയുടെ അതേ ഇല തന്നെയാണ് ഈ ഒരു തകരയ്ക്കും വരുന്നത് കേട്ടോ. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങളുടെ നാട്ടിൽ വളരെ കുറവായിരിക്കും, എന്നാലും കണ്ടു നോക്കുക. ഈ ഒരു ആറ്റിൻ്റെയോ തോട്ടിൻ്റെയോ ഒക്കെ വക്കത്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടാറുള്ളത്. അതായത് നമ്മളതിൻ്റെ ഒരു തണ്ടിൻ്റെ മുഴുവൻ ഇലകളും പറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിതിനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല, കാരണം വളരെ കട്ടി കുറഞ്ഞ ടൈപ്പ് ഇലയാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊരു ജസ്റ്റ് നമുക്കൊരു കല്ല് മാത്രം മതി അരച്ചെടുക്കാൻ. കുറച്ച് വെള്ളം എടുത്തേക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളമാണ് ഇരിക്കുന്നത്. ഇനി ചെയ്യുന്നത് ഇതുപോലൊരു കല്ലിനകത്ത് കുറച്ചൊരു വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു 2-3 ഇല ഒരുമിച്ചെടുത്തത് ഇതിനകത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. വേണ്ടോ, ജസ്റ്റ് ഒന്ന് ഉരച്ചപ്പം തന്നെ ഇതിനകത്ത് നിന്ന് വരുന്ന ആ ഒരു മരുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അടുത്ത് ഇത് മറ്റേ നമുക്ക് നമ്മുടെ പണ്ടുള്ള ഒരു മുത്തശ്ശി നമുക്ക് പറഞ്ഞു തന്നൊരു ഐറ്റമാണ് ഇത് കേട്ടോ. കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിങ്ങനെ ഉരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെടുത്ത ആ ഒരു മുഴുവൻ ഇലയും നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചിതാ കണ്ടോ, നല്ലൊരു ഉണ്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ അരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു പാത്രം എടുക്കുക, അതിനൊക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. കേട്ടോ, ഇതിനകത്തുണ്ടായിരിക്കുന്ന ആ ഒരു കളറ് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചതിന് ശേഷം ഈ ഒരു ഇല കളയാൻ പാടില്ല, നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അത് കൂടാതെ ഞാൻ ആ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ഇനി വേണ്ടുന്നത് എടുത്ത് വെച്ചിരിക്കുന്ന കല്ലുപ്പാണ്. എന്താ കല്ലുപ്പ്, ഇതിൽ നിന്നും ഒരു കുറച്ച് മതി, ഒരു കുറച്ച് മാത്രം എടുക്കുക. ഇത്ര എടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇടും. നമ്മൾ ഉണ്ടാക്കിയ മരുന്നിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അലിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇത് ഡയറക്റ്റായിട്ട് തെച്ച് കഴിഞ്ഞാൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മുടെ കാലൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. ഇത് ജസ്റ്റ് അലിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഉരച്ചെടുത്ത ആ ഒരു മരുന്നും അതുപോലെ തന്നെ ഉപ്പുഴപ്പം നല്ല രീതിയിൽ തന്നെ അലിഞ്ഞു ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നല്ല അലിയുന്നവരെ വെയിറ്റ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ ദേഹം മുറിക്കാൻ വലിയ സാധ്യതയുണ്ട് ഈ കല്ലുപ്പ്. അപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ച ആ ഉരച്ച ഈ ആനത്തകരയുടെ ആ ഒരു ഇല ഞാൻ കളയലെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് നമ്മളിതിനെ ഉരച്ച് കഴുകാൻ പോകുന്നത്. അതായത് ഇത് നോക്കും, നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ മുക്കും. നമ്മൾ പിഴിഞ്ഞെടുത്ത ആ ഒരു മരുന്നിലേക്ക് തന്നെ മുക്കുന്നു. അതിന് ശേഷം ഇത് കാലാന്ന് വിചാരിച്ചു ഇവിടോട്ടാണ് നമുക്ക് ഒരു ചൊറി വരുന്നുണ്ടെങ്കിൽ, വട്ടത്തിൽ ചൊറി വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. കേട്ടോ, നന്നായിട്ട് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേനെ ആ ഒരു വട്ടച്ചൊറി അവിടെ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാകും. കേട്ടോ, അതായത് നല്ല ശക്തിക്കാണ് തേക്കണം. കാരണം അത് പൂർണ്ണമായിട്ട് അവിടുന്ന് പറയുന്നില്ല. കാരണം കൊച്ചുങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, എന്നാലും പൂർണ്ണമായിട്ട് ഇത് പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മരുന്ന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ല ശക്തിക്ക് തന്നെ ഉരച്ച് അത് ഇളക്കി കളയുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ കാലിൽ പിന്നെ ഒരിക്കലും ഈ ഒരു കരപ്പൻ വരാത്ത രീതിയിലേക്ക് അത് മാറും. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചെറിയൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.